5 പാത്രമുണ്ട്. 5 പാത്രം. 1 2 3 4 5. 5 അളവിലുള്ള പാത്രമാണ്. 5 പാത്രത്തിലും ചോറ്. 5 പാത്രത്തിലും 5 പാത്രം റേഷനരിയുടെ ചോറാണ്. 5 പാത്രത്തിലും ഇടുക. മീനിട്ട ഗ്രേവിയാണ്. 5-6 മീനേ ഉള്ളൂ. അതിൻ്റെ ദ്രവണം ഒന്ന് തിളപ്പിക്കുക. ഡോഗ് ഫുഡാണ്. ഡോഗ് ഫുഡ് ഇപ്പം മനസ്സിലായി കാണും ആർക്ക് കൊടുക്കാനാണെന്നല്ലേ. ഡോഗ് ഫുഡ് എല്ലാത്തിലും ഇടുവാണേ. എല്ലാത്തിലും ഒഴിക്കാൻ പോവുകയാണ്. എല്ലാ ഫുഡിനകത്തും കുറച്ചായിട്ട് ഒഴിക്കും. മീനൊന്നും അങ്ങനെ അധികം അതിൽ കാണത്തില്ല. അപ്പം തോനെ മത്തിയൊക്കെ ഉള്ള സമയത്ത് മത്തിയൊക്കെ കൊടുക്കും. അല്ലാത്തപ്പോൾ മീനില്ല. ആ ഗ്രേവി ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടി, ഫ്ലേവറിന് വേണ്ടി കൊടുക്കും. ഒരാളുടെ അതിൽ 2 മീൻ വീണം. അപ്പോൾ അതിൽ നിന്ന് ഒരു മീനെടുത്ത് മീനില്ലാത്ത ആളിന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഗ്രേവി ഒഴിച്ചു ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കും. കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്ത്. ഇതിവിടുത്തെ ഹസ്കി കുട്ടനാണ്. ഹസ്കി കുട്ടന് ഇത്രയും ഫുഡേ വേണ്ടൂ. ഇത് തന്നെ 5 പ്രാവശ്യമായിട്ടാവാൻ കഴിക്കുന്നത് ഹസ്കി കുട്ടൻ. ഇത് ഫുൾ ടൈം ആക്റ്റീവായിട്ട് നിൽക്കുന്ന മൽനോയ്സിനാണ്. അതുകൊണ്ട് അവന് ഇത്തിരി ഫുഡ്. ഇത് നൈറ്റ് ടൈമിൽ പെരടമൊക്കെ നോക്കുന്ന പുള്ളിക്കുത്തയൊക്കെയാണ്. വലിയ പുള്ളിക്കുത്തയുണ്ട് അവന്. ഇത് പുള്ളിക്കുത്തയുടെ ഫീമെയിൽ ഡോഗുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. അപ്പം നല്ല ഫുഡായിട്ട് കിട്ടും. അപ്പം കുറച്ച് വെള്ളവും കൂടെ ചെല്ലുമ്പോൾ അങ്ങനെ കുറച്ച് വെള്ളവും കൂടി അവർക്ക് കിട്ടും. എല്ലാത്തിലും അങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കും. ഓരോരുത്തർക്കായിട്ട് കൊടുക്കാൻ പോവുകയാണേ. പുള്ളിക്കുത്തയ്ക്കുള്ള ഫുഡാണ്. പുള്ളിക്കുത്തയുടെ മെയിൽ, ഫീമെയിലിൻ്റെ ഫുഡാണ്. ഇടയ്ക്ക് ഓരോരുത്തരൊക്കെ ഫുഡ് കൊടുക്കുന്ന കേട്ടോണ്ട് വിളിക്കുകയാണ് കേട്ടോ. പുള്ളിക്കുത്തയുടെ ഫീമെയിൽ രാജപ്പാളയമാണ്. രാജപ്പൻ, എൻ്റെ രാജപ്പനാണ് ഈ ഫുഡ്. രാജപ്പനെ കൊണ്ട് കൂട്ടിലാക്കിയിട്ട് വേണം. ഹസ്കി കുട്ടനാണ് അവൻ്റെ ഫുഡ്. കഴിക്കുകയൊന്നുമില്ല. കുറച്ചൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഒരു നമ്പറൊക്കെ കാണിച്ച് നിൽക്കും.